أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ യഥാവിധി പകർത്തിയും പാലിച്ചു അല്ലാഹു ഇഷ്ടപ്പെടുന്ന പടപ്പുകളിൽ പെടാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അടിമകളെ, എല്ലാ നിലക്കും വഴിപിഴപ്പിക്കാൻ സാധ്യതയുള്ള പിശാച് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയുടെ ഖുതുബയിൽ പറഞ്ഞത്. ആ 7 ഗർത്തങ്ങൾ ശിർക്കും ബിദ്അത്തും ഹറാമും ചെറുപാപങ്ങളും അതേപോലെ അനുവദിച്ച കാര്യങ്ങളിൽ കെട്ടിക്കിടലും വലിയ നന്മകളിലേക്ക് പോകുമ്പോൾ ചെറുതിലേക്ക് തിരിച്ചുവിടലും അവന്റെ കൂട്ടാളികളെ വെച്ച് ആക്രമിക്കൽ വേട്ടയാടലും ഒക്കെ അതിനെ പ്രസക്തമായ അപകടങ്ങളായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ അത്തരം അപകടങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും എല്ലാ നിലക്കും കാവൽ നൽകി സംരക്ഷിക്കുമാറാവട്ടെ. അതിൽ പെട്ടുപോയ ആളുകൾക്ക് അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇത് നമ്മുടെ തിന്മയിലേക്ക് വീണു പോകാനുള്ള സാഹചര്യങ്ങളാണെങ്കിൽ നന്മകളിലേക്ക് നമ്മൾ സമീപിക്കുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള 5 സമീപനങ്ങൾ. നന്മയുമായി ബന്ധപ്പെട്ട് ഒരാളെ എങ്ങനെയൊക്കെ അത് ബാധിക്കുമെന്ന കാര്യമാണ് ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മരണത്തിനപ്പുറം ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കിടക്കുകയും നമ്മളിവിടെ വളരെ ചെറിയ കാലത്തെ ജീവിക്കുന്നുള്ളൂ. എന്നാൽ തന്നെ 50, 60, 70 വയസ്സ് ജീവിക്കുമ്പോൾ തന്നെ ഒരുപാട് ജീവിച്ച ഒരാളായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. പ്രിയപ്പെട്ടവരെ, ബർസഖിന്റെ എല്ലാം വലിപ്പം 50,000 ഒരു ദിവസത്തിന് തുല്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഒരുപാട് കാലം, വളരെ ചെറിയ ശതമാനം ഈ ദുനിയാവിൽ നമ്മളുള്ളൂ. അപ്പൊ അവിടെ തന്നെ ഈ ചെറിയ കാലം കൊണ്ട് എടുക്കുന്ന നന്മകൾ ചിലപ്പോൾ ചില്ലറ ദിവസങ്ങളെ ചില ആളുകൾക്ക് കിട്ടുള്ളൂ. സൂറത്ത് ഹജ്ജിൽ മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ രൂപീകരണം ഇങ്ങനെ പറഞ്ഞ് അവന്റെ ശൈശവവും ബാല്യവും എല്ലാം പറഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് വന്ന് ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന ആളെ പറ്റി പറയുന്നുണ്ട്. ചിലര് പെട്ടെന്ന് മരണപ്പെട്ടു പോകും. നമ്മൾ കാണാറുണ്ട് അങ്ങനെ. ചില ആളുകൾ വയസ്സിന്റെ അങ്ങേയറ്റെത്തും. ഒരു സംസാരത്തിൽ പറഞ്ഞാൽ മനസ്സിലാകാത്ത വിധം പറഞ്ഞു അത്തും വിത്തും പറയുന്ന രൂപത്തിൽ പ്രായാധിക്യമുള്ള ചിലർക്ക് നൽകും. അവിടെയൊക്കെയും ആ കുറഞ്ഞ സമയം കൊണ്ട് അയാൾ എന്തെടുക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ
ഒരാൾ വന്ന് പ്രവാചകനെ എനിക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഷഹാദത്ത് ചൊല്ലി ബൈഅത്ത് ചെയ്ത് റസൂലുള്ളാഹിയിൽ നിന്ന് തിരിഞ്ഞു പോയതാണ്. അദ്ദേഹം സഞ്ചരിച്ച ഒട്ടകപ്പുറത്ത് നിന്ന് അദ്ദേഹം വീണു, അദ്ദേഹം മരണപ്പെട്ടു. ആ സമയത്ത് അവിടെ ഒരു ചർച്ചയുണ്ടായി. പ്രവാചകനെ, അദ്ദേഹം നന്മയിലാണോ തിന്മയിലാണോ, നമ്മളിൽ പെടുമോ അല്ലെങ്കിൽ നരകാവകാശിയാകുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദേഹം നന്മയിലേക്ക് സഞ്ചരിച്ചാണ്, അദ്ദേഹം സ്വർഗത്തിലുണ്ടാകുമെന്ന്. സുബ്ഹാനല്ലാഹ്. സഹാബാക്കൾ പറയാണ്, ഒരു സുജൂദ് പോലും ചെയ്യാൻ അയാൾക്ക് അവസരം കിട്ടിയിട്ടില്ല. ഒരു ബാങ്കുലി പോലും അദ്ദേഹത്തിന്റെ കർണപടങ്ങളിലേക്ക് ആ ഷഹാദത്തിന് ശേഷം വരാനുള്ള സമയം പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യണമെന്നുള്ളൊരു തീരുമാനം അതിന് മനുഷ്യന് തൊട്ടടുത്ത നിമിഷം മരണമാണെങ്കിൽ രക്ഷപ്പെടാനെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഖുർആൻ അത്തരുണത്തിൽ തന്നെയാ പറഞ്ഞത്, ഫഅമ്മാമൻ തഖലത് മവാസീൻ, ആരുടെ തുലാസിൽ കനം തൂങ്ങിയോ ഫഹുവ ഫീ ഐശത്തിർ റാദിയ, അവൻ തൃപ്തികരമായ ഉപജീവനമാണ് നടത്തുന്നത്. അവന്റെ സമ്പാദിക്കൽ അല്ലാഹുവിന് തൃപ്തിയുള്ള സമ്പാദ്യമാണ്, അവന്റെ നന്മയിൽ കനമുണ്ടെങ്കിൽ. ഫഅമ്മാമൻ ഖഫത് മവാസീനു, ഇനി അവന്റെ മീസാനിൽ അവന്റെ നന്മയുടെ കനം കുറഞ്ഞാൽ എന്താ പറഞ്ഞത്? അവന്റെ സങ്കേതം ഹാവിയ, അവൻ നരകത്തിലായിരിക്കും. അപ്പൊ ആ നന്മകൾ വരുന്ന സമയത്ത് മനുഷ്യരിൽ 5 തരം സമീപനങ്ങളാണ് ഉണ്ടാകുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിൽ 207 വചനത്തിൽ എന്ന് പറയുന്നത്, മനുഷ്യരിലുണ്ട് ചിലർ അള്ളാഹുവിന്റെ പ്രീതിയെ തേടിക്കൊണ്ട് തന്റെ ആത്മാവിനെ, തന്റെ സ്വന്തത്തെ അവൻ വിൽക്കുന്നതാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്തും കൊടുക്കാൻ അവൻ റെഡിയാണ്, എന്തും നൽകാൻ. ആ ആളുകളെ പറ്റി പറഞ്ഞത് എന്താ? വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അള്ളാഹു അത്തരം അടിയാന്മാരോട് വളരെ കൃപയുള്ളവനാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാൻ പലതുണ്ട്. സമയം, ആരോഗ്യം, സമ്പാദ്യം, മക്കൾ, നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ സംസാരവും നമ്മളുടെ അഭിപ്രായം പറയലും നമ്മളുടെ ക്ഷണിക്കലും, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. നമ്മളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം, ചില ആളുകളെ പറ്റി നമ്മൾ പരാതി പോലെ പറയാറുണ്ട്, വേറൊരു പരിപാടിയില്ല, ഇതുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അതൊക്കെ വലിയ സൽക്കർമ്മമാണെന്നാണ് ഈ പരിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ രണ്ടാമത്തെ ആള് 2 വിഭാഗത്തെ പറ്റി പറഞ്ഞതാണ്. ഒരാള് ഫുൾ ടൈം തർക്കങ്ങളും പ്രശ്നങ്ങളുമായിട്ട് നടക്കും, ഫുൾ ഹറാമും തെറ്റുകളുമായി നടന്ന് സ്വർഗം നഷ്ടപ്പെട്ട് നരകത്തിലേക്കാക്കി അല്ലാഹു പടച്ച ആളുകൾ. രണ്ടാമത്തെ വിഭാഗത്തെയാണ് ഇത് പറഞ്ഞത്. ആ ആയത്ത് വരാനുള്ള ഒരു സംഭവം വരെയുണ്ട് ഖുർആനിന്റെ ഒരു പശ്ചാത്തലം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് സുഹൈബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നാടുവിടാൻ, അതായത് ഹിജ്റ പോകാൻ തീരുമാനിക്കുകയും അദ്ദേഹം ഹിജ്റക്കൊരുങ്ങി. ഖുറൈശികൾ അദ്ദേഹത്തെ തടഞ്ഞു. എന്തായിരുന്നു കാരണം എന്ന് വെച്ചാൽ, ഖുറൈശികൾ പറഞ്ഞു, നീ ദരിദ്രനായിക്കൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ വന്നത്, എന്നിട്ട് ഇവിടെ വെച്ച് ഒരുപാട് സമ്പാദിച്ച് ആ സ്വത്തുക്കളുമായി നാടുവിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നവർ വാശി പിടിച്ചു. അദ്ദേഹമാണെങ്കിലോ അദ്ദേഹത്തിന് അവരുമായിട്ട് മൽപ്പിടുത്തത്തിലൊക്കെ വരിക, പക്ഷെ അങ്ങനെ ഒരു സംഘടനത്തിൽ നിൽക്കാതെ തന്റെ സ്വത്തുക്കൾ അത്രയും മദീനത്ത് വിട്ടേച്ചുകൊണ്ട് മക്കയിൽ വിട്ടേച്ചുകൊണ്ട് അദ്ദേഹം മദീനത്തേക്ക് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി പ്രവാചകൻ ഇത് അറിഞ്ഞപ്പോൾ റസൂൽ പറയാണ്, സുഹൈബ് ലാഭം നേടിയിരിക്കുന്നു, സുഹൈബിന്റെ കച്ചവടം ലാഭത്തിലായി. ഇതായിരുന്നു ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം എന്നാണ്. ആ സഹോദരങ്ങളെ, ആ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നന്മയുടെ പാതയത്തിൽ ജീവിക്കാൻ, താൻ നാട് വിട്ട് ഹിജ്റ പോകുന്ന സമയത്ത് നിങ്ങൾ ശൂന്യനായി വന്ന് ഒരുപാട് സമ്പാദിച്ച് സമ്പാദ്യങ്ങളുമായിട്ട് അങ്ങോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് നാട്ടുകാർ പറഞ്ഞ സമയത്താണ് അതൊന്നുമില്ലെങ്കിലും പ്രശ്നമില്ല, എനിക്ക് പോകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചത്. നമ്മളൊക്കെയും പലപ്പോഴും നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനല്ല, അവിടെ കൊന്നെത്തണ്ട, നമ്മളുടെ കൈകളിലുള്ള ചെറിയൊരു ഉത്തരവാദിത്തത്തെ അവിടെ നിർത്തിയിട്ടൊന്ന് പള്ളിയിലേക്ക് പോകാൻ,
നമ്മൾ പറയുന്ന കാരണങ്ങളൊന്നും വളരെ ചെറുതാന്നുള്ളതാണ്. കച്ചവടം, തിരക്ക്, ഒരു കസ്റ്റമർ, ഇതൊക്കെയായിരിക്കും പലപ്പോഴും നന്മയിൽ നമുക്ക് തടസ്സമുണ്ടാകുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യരിൽ നന്മ ചെയ്യുന്നിടത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കാനാണ് ഈ 5 ഭാഗത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, സത്യസന്ധമായി നന്മ ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കുന്നവർ. ഈ ഖുർആനിന്റെ പശ്ചാത്തലം അതാണ്. ഒന്നാമത്തെ വിഭാഗം അതാണ്. ആ ഒരു ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മളൊന്നും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ സുഹൈബ് പോയതുപോലെ എല്ലാം വിട്ട് മറ്റൊരു നാട് തേടി പോകുന്ന ഒരവസ്ഥയിലൊന്നും അല്ല അവിടെ ജീവിക്കുന്നത്. നമ്മൾ സുരക്ഷിതരാണ്, ദീന് കൊണ്ടും എല്ലാം കൊണ്ടും, സമാധാനം കൊണ്ടും എല്ലാം കൊണ്ടും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഗ്രാമവാസിയായ ഒരാൾ വന്നു. എന്നിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയോടൊപ്പം ഹിജ്റ വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരിൽ ചിലരോട് അദ്ദേഹത്തെ നിങ്ങൾ പരിഗണിക്കണം, കൂടെ കൂട്ടണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടാൻ പറഞ്ഞു. പിന്നീട് യുദ്ധം നടക്കുകയും അത് മുസ്ലിങ്ങൾക്ക് യുദ്ധ മുതലുകൾ, ഗനീമത്തുകൾ കിട്ടുന്ന അവസ്ഥയുണ്ടായി. ഈ സമയത്ത് അദ്ദേഹം മൃഗങ്ങളെ മേയ്ക്കാൻ പോയതായിരുന്നു. ഈ കൂടിയാണ്. റസൂലുള്ളാഹി വിശ്വസിച്ച് നിങ്ങളെ കൂടെ നിൽക്കുന്നു പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, സഹാബത്തിനോട് നിങ്ങൾ കൂട്ടിക്കൊള്ളിട്ടോ അയാളെ. അങ്ങനെ ഗനീമത്ത് വീതം വെക്കുന്ന സമയത്ത് ഈ ആടിനെ മേയ്ക്കാൻ പോയ ഈ വന്ന മനുഷ്യന് ഒരു വിഹിതം പ്രവാചകൻ നീക്കി വെച്ചു. അങ്ങനെ സഹാബാക്കൾ അദ്ദേഹം വന്ന സമയത്ത് ഇത് കൊടുത്തപ്പം എന്താണിത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് തരാൻ വേണ്ടിയിട്ട് തന്ന ഓഹരിയാണ്. പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം ഈ ഓഹരിയുമായി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിതൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ കൂടെ നിൽക്കാന്ന് പറഞ്ഞത്. എനിക്കിതിനെ ഈ തൊണ്ടക്കുഴൽ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞത്രേ, എന്റെ ഈ തൊണ്ടക്കുഴി ഉണ്ടല്ലോ, ഈ ചങ്ക്, ഇതിന് അമ്പ് കൊള്ളാൻ, അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകാനാണ്. അള്ളാഹുവിന്റെ റസൂലെ, അവസരങ്ങൾ നഷ്ടപ്പെടാതെ ഏത് സമയത്തും താങ്കൾക്കെതിരെ വരുന്ന, താങ്കൾ നയിക്കുന്ന എല്ലാ സംരംഭങ്ങളിലും ജിഹാദുകളിലും ഏർപ്പെട്ട് അങ്ങനെയെങ്കിലും മരണപ്പെട്ട് ഷഹീദായി സ്വർഗത്തിലെത്താനാണ് ഞാൻ താങ്കളുടെ കൂടെ കൂടിയത്, ഇതിനൊന്നും അല്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അള്ളാഹുവിനോട് സത്യസന്ധത കാണിച്ചാൽ അള്ളാഹു നിനക്ക് സത്യമാക്കി തരുമെല്ലാം, അള്ളാഹു നിനക്ക് ഉത്തരം തരുമെന്ന് പറഞ്ഞു. അല്പസമയത്തിന് ശേഷം അവർ ശത്രുക്കളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. യുദ്ധം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചുമന്നുകൊണ്ട് സഹാബാക്കൾ കൊണ്ടുവരികയാണ്. അദ്ദേഹം മുൻപ് ചൂണ്ടിക്കാണിച്ച അതേ സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് അമ്പ് തറച്ചിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് അദ്ദേഹം തന്നെയാണോ? അവർ പറഞ്ഞു, അതെ. പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തി, അള്ളാഹു അദ്ദേഹത്തോടും സത്യസന്ധത പുലർത്തി, അദ്ദേഹത്തിന്റെ ആഗ്രഹം അള്ളാഹു പൂർത്തിയാക്കി കൊടുത്തു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വന്തം ജുബ്ബയിൽ ആ മനുഷ്യനെ കഫൻ ചെയ്യുകയും മുന്നിൽ കിടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനാസ നമസ്കരിക്കുകയും ആ നമസ്കാരത്തിനിടയിൽ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഇത് നിന്റെ ദാസനാണ്, നിന്റെ മാർഗത്തിൽ ഹിജ്റ വന്നവനാണ്, അദ്ദേഹം രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടിരിക്കുന്നു, അതിന് ഞാൻ സാക്ഷിയാണ് റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മക്ക് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യൻ, സത്യസന്ധമായ നന്മ ചെയ്യും, വേറൊരു മുഖവരി അതിനില്ല, വേറൊരു ഉദ്ദേശശുദ്ധിയും അതിനില്ല, പുറം ലോകത്ത് നിന്ന് കിട്ടുന്ന തൃപ്തിയോ മറ്റോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്, സത്യസന്ധമായ നന്മ ചെയ്യും. ഒന്നാമത്തത്. രണ്ടാമത്തത്, നന്മയെന്ന് കരുതി പലതും ചെയ്യുന്ന ഒരു സംവിധാനം. നന്മയുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു രണ്ടാമത്തെ പോയിന്റ് വലുതാണ്. നന്മയാന്ന് കരുതിയിട്ട് എന്തൊക്കെയോ ചെയ്യും. ഈ ഒരു ഭാഗം പറയുമ്പോൾ നമ്മുടെ ആളുകൾക്കൊക്കെ ചിലപ്പോൾ പ്രയാസമാണ്, പക്ഷേ പറയാതെ വയ്യ. കാരണം നന്മയാണെന്ന് വിചാരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും എന്നിട്ട് ഇതിനൊന്നും പ്രതിഫലമില്ലാതെ പരലോകത്ത് അതിനൊന്നും ഹിസാബില്ലാത്ത അവസ്ഥയുണ്ടാകുകയും ചിലതൊക്കെ ചെയ്തതിന്റെ പേരിൽ നരകത്തിലേക്ക് പെടുകയും ചെയ്യുക എന്നത് ഏറ്റവും വലിയ ഖേദകരമായ കാര്യമാണ്. അവിടെയാണ് സമൂഹത്തിൽ ധാരാളം ആളുകൾ ചെയ്യുന്നു എന്നതായിരിക്കും ഒന്ന് നമ്മുടെ അവലംബം. പ്രവർത്തികൾ നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സൂറത്ത് കൗഫിൽ നമ്മൾ ഓതി വെച്ച സൂറത്തിൽ എന്താണ്? الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. എന്താണ്? ആ ഒരു കൂട്ടർ ഐഹിക ജീവിതത്തിൽ അവരുടെ പരിശ്രമം പിഴച്ചു പോയിരിക്കും. അവരെന്തൊക്കെയോ ശ്രമിച്ചു, എന്നാലോ അവരാണെങ്കിൽ തങ്ങളുടെ പ്രവൃത്തി നന്നായി ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും.
ഞാനൊക്കെ ചെയ്തതൊക്കെ ഒക്കെ നല്ല പരിപാടി, എന്തായാലും അത് നല്ലതല്ലേ എന്നിടത്തേക്ക് അവർ ചുരുങ്ങും. ഉദാഹരണം ശ്രദ്ധിച്ചോളിങ്ങൾ. നമസ്കാരത്തിന് ശേഷം ഇമാമ് പ്രാർത്ഥിക്കുകയും ആളുകൾ ആമീൻ പറയും. എന്താ തകരാറ്? ഒരു കുഴപ്പമില്ല. എന്താ പ്രാർത്ഥിക്കുന്നത്? ഏറ്റവും നല്ല പ്രാർത്ഥനകൾ. പുറത്തുനിന്ന് കേൾക്കുമ്പോൾ നമ്മളോട് പോലും ആമീൻ പറയാൻ തോന്നുന്ന പോലുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദ് ജമാഅത്തുകൾക്ക് ശേഷം ഇങ്ങനെ മിഹ്റാബിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പിന്നിലെ സുഫിലിൽ ഇരിക്കുന്ന സഹാബാക്കൾ ആമീൻ പറയുകയും ചെയ്ത ഒരു സംഭവമേ ചരിത്രത്തിലില്ല. എല്ലാവരും ഒറ്റക്കൊറ്റക്ക് അവരവരുടെ കാര്യങ്ങൾ പറയാറുണ്ട്. എന്നാൽ മറ്റു പല സന്ദർഭങ്ങളിൽ റസൂൽ പ്രാർത്ഥിക്കുകയും സഹാബാക്കൾ ആമീൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഖുതുബയ്ക്ക് ശേഷം പറഞ്ഞിട്ടുണ്ട്, പ്രസംഗത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, യാത്രകളിലും യുദ്ധങ്ങളിലും ഒക്കെയും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ സൂക്ഷിച്ച് പഠിച്ച് നിങ്ങൾക്ക് അത് വ്യക്തമാണ്. ഇതവിടെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്താ ഇത് മാത്രം ചെയ്താൽ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഇത് നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം. അതുപോലെയാണ് നിയ്യത്ത് ചൊല്ലൽ. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കരുതുക. ഇന്ന് തോരായില പള്ളിയിൽ ജുമക്ക് പോണെന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്ന് രാവിലെ എണീറ്റപ്പോഴും കുളിക്കുമ്പോഴൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്ന് ബിലാലിന്റെ ഖുതുബ കേൾക്കാൻ നിങ്ങൾ ബാത്റൂം ഒന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടില്ല. നിങ്ങൾ കരുതിയതാണ് അല്ലേ? അതാണ് നിയ്യത്ത്. മനസ്സിൽ കരുതുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റഹ്മാനായ റബ്ബ്, നാട്ടുകാർക്ക് മനസ്സിലാവും നിസ്കരിക്കുകയാണോ നോമ്പോക്കാണോ എന്നൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. അള്ളാഹുവിനറിയാം നിങ്ങൾ എന്താണ് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചത് എന്ന്. അത് അള്ളാഹുവിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കരുതണം. ആ കരുതൽ നിർബന്ധമാണ്. ബോധ്യം വേണം. നാവ് കൊണ്ട് പറഞ്ഞാൽ തന്നെ ബോധ്യം ഇല്ലെങ്കിലും നിയ്യത്താവുമോ? മനസ്സിൽ ധാരണ വേണം. അതാണ് നിയ്യത്ത്. ഉദാഹരണം അതാണ്. അതേപോലെ തന്നെ പല ആഘോഷങ്ങളും നമ്മുടെ നാടുകളിൽ അവിടേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ വ്യക്തമാക്കിയിട്ട് അത് പഠിപ്പിച്ചത്. ഒന്നിനോടുള്ള വിരോധമല്ല, ആരോടുമല്ല എതിർപ്പുമല്ല. എല്ലാവരും സത്യവിശ്വാസികളായി, മുഅ്മിനുകളായി, മുത്തഖീങ്ങളായി സ്വർഗത്തിലെത്തണം. അല്ലാഹു എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. അതിൽ പെടുന്നതാണ് ഈ പറഞ്ഞ ആഘോഷങ്ങളിൽ പെടുന്നതാണ് ഇപ്പം ഈ ബറാത്ത് രാവ്, മീറാജ് രാവ്, നബിദിനം പോലുള്ള പല സംഗതികൾ. നല്ലതല്ലേ നമ്മൾ വാശി പിടിച്ച് എന്തൊക്കെയോ ആക്കുകയാണ്. പലർക്കും എതിർപ്പ് തോന്നരുത് ദയവ് ചെയ്ത്. നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന പലതും നന്മയുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് കൂലി കിട്ടാതെ പോകുന്നതാകാൻ സാധ്യതയുണ്ടെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. നിരവധി തെളിവുകളാണ്. ഇസ്ലാമിൽ പ്രവാചകന്മാരോ സഹാബാക്കളോ ചെയ്യാത്തതാണ് ഈ പറഞ്ഞതിലെല്ലാം. ഒരു തെളിവില്ലാത്തതാണ്. വേറെന്തൊക്കെയോ തെളിവ് കൊണ്ടുവന്നിട്ട് ഇതുപോലെ കൊട്ടി അങ്ങനെയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. കാരണം മറ്റുള്ള എല്ലാ ആഘോഷങ്ങൾക്കും റസൂലുള്ളാഹി ഈദിന് എന്താ ചെയ്തത്? മരിച്ചപ്പോൾ എന്താ ചെയ്തത്? കുട്ടി ജനിച്ചപ്പോൾ എന്താ ചെയ്തത്? അവയവങ്ങൾ മുറിക്കപ്പെട്ട അവയവ കഷ്ണം എന്താ ചെയ്തത്? മരണപ്പെട്ട ആളുകൾ എന്താ ചെയ്തത്? ഗർഭാശയത്തിൽ മരിച്ച കുട്ടിനെ എന്താ ചെയ്തത്? എല്ലാം റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പെണ്ണിനെ എങ്ങനെയാണ് ജനാസ കഫൻ ചെയ്തത്, ആണിനെങ്ങനെ ചെയ്തത്, എല്ലാം പറഞ്ഞ പ്രവാചകന് ഈ പറഞ്ഞ സംഗതി പഠിപ്പിച്ചു തരാൻ മറന്നു പോകില്ല. അപ്പൊ റസൂലുള്ള പഠിപ്പിക്കാത്തതാണ്, പറയാത്തതാണ്. അവിടേക്ക് നമ്മൾ പോകുമ്പോൾ നന്മയാണെന്ന് വിചാരിച്ചു പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. മൂന്നാമത്തേതാണ്, അതിൽ കുറെ സംഗതികളുണ്ട് കേട്ടോ. ശഅബാൻ 15 യാസീൻ ഓതല്. യാസീനല്ല, യാസീൻ ഏറ്റവും നല്ല സൂറത്താണ്. എല്ലാ ദിവസവും നമ്മൾ ഓതിക്കോളും. പക്ഷെ അതൊരു പ്രത്യേക സ്ഥലത്ത് ഇത് വേണമെന്ന് വിചാരിച്ചിട്ട് ആ ഓതുന്ന സമ്പ്രദായം. യാസീൻ നിങ്ങൾ ശ്രദ്ധിച്ചോളി. യാസീൻ പല സ്ഥലത്തും ഓതുന്ന ആളുകൾ നമസ്കാരത്തിൽ ഓതാറില്ല. നിങ്ങൾ അടിവരായിട്ട് മനസ്സിലായി. കാരണം അവർ പഠിച്ചത് അതിനല്ല. പലപ്പോഴും അത് അതിന് പറ്റുമോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് അവരുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ മൂന്നാമത്തത്, നന്മയും അവസരം കിട്ടിയാൽ തിന്മയും ചെയ്യുന്നവർ. നന്മയുമായിട്ട് ബന്ധമുണ്ട്. നന്മ നല്ലോണം ചെയ്യും, സജീവായിരിക്കും. നമസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, എല്ലാ നന്മയിലും അയാൾ മുന്നിലുണ്ട്. പക്ഷെ ഒരു തിന്മ ചെയ്യാൻ അയാൾക്കൊരവസരം കൊടുത്ത് അള്ളാഹു പരീക്ഷിച്ചാൽ ആ മനുഷ്യൻ അപ്പ വീഴണ കുഴിയിൽ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഖുതുബയിൽ പറഞ്ഞ പിശാച് ഈ കബായിറുകൾ, ഹറാമുകൾ വെച്ച് പരിശോധിക്കും, വീഴും. ചില ആളുകൾ വീഴൂല. ഈ ഹറാമുകൾ തൊടാത്ത ആൾക്കാരുണ്ട്, ഹറാമുകൾ ചെയ്യാത്ത. പക്ഷേ പിശാച് അടുത്ത പ്ലേറ്റ് ഇടും. ഏത്? ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്ന 7 4-ാമത്തത് ഏതാ? ചെറിയ തിന്മകൾ ചെറുത് വെച്ച് അത് സ്ഥിരം കൊണ്ട് ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെറുപാപങ്ങൾ സ്ഥിരമായിട്ട് ചെയ്താൽ അത് വൻപാപങ്ങളുടെ കൂട്ടത്തിലേക്ക് പോകും. അപ്പൊ നമ്മൾ സൂക്ഷിക്കുക. സൗഭാഗ്യം നിവേദനം ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിലെ ചില ആളുകളെ എനിക്കറിയാം. അവർ ഖിയാമത്ത് നാളിൽ ഇങ്ങനെ വരുമെന്നറിയോ? തിഹാമ പർവ്വതങ്ങൾക്ക് സമാനമായ വെളുത്ത നന്മകളുമായിട്ട് അവർ വരും. തിഹാമ പർവ്വതത്തിന്റെ അത്രയുണ്ടാകും അവരുടെ നന്മ. പരലോകത്ത് അവർ വരും.
ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഅലമന്ന അഖവാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമ ബിഹസനാതിൻ അംസാലി ജിബാലി തിഹാമ. തിഹാമ പർവ്വതത്തിന് അത്രത്തോളം അവരുടെ നന്മ ഉണ്ടാവും. എന്നാൽ അള്ളാഹു അവയെ പാറിപ്പറക്കുന്ന ധൂളികളാക്കി, നിഷ്ഫലമാക്കി, ഫലമില്ലാത്തതാക്കി മാറ്റിക്കളയും. അപ്പൊ തൗബാറത്തിൽ അവർക്ക് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അറിയാതെ അവരിൽ പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവരാരാണെന്ന് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരുമോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ അതേ വർഗത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾ രാത്രിയിൽ ആരാധനകൾ, തഹജ്ജുദുകൾ നിർവഹിക്കുന്നത് പോലെ അവരും നിർവഹിക്കും. ഈ ആളുകളാണ് അവർ. പക്ഷേ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുമായി അവർ തനിച്ചായാൽ അത് ലംഘിച്ചു കളയും. അവർ ഏത് അള്ളാഹു നിഷിദ്ധമാക്കി എന്ന നിയമം അതവർ ലംഘിക്കും. എല്ലാവരും ഇത് നമ്മുടെ നഫ്സുമായി ബന്ധപ്പെട്ടത്. കുത്തുബ പറയുന്ന ഞാൻ, ഓരോ സുഫിലിരിക്കുന്നവർ, താഴെ സ്ത്രീകളുടെ ഭാഗത്തിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും മനോമുഖരത്തിലിട്ട് ഒരു മിനിറ്റ് ചിന്തിക്കേണ്ട സാധനം. നന്മയിൽ നമ്മൾ എപ്പോഴും കൂടുതൽ ചെയ്യുന്നുണ്ടാവും നന്മ, സദാ അധികവും ചെയ്യുന്നതും നന്മയായിരിക്കും. കുറെ മണിക്കൂറുകൾ അതിനായിരിക്കും ചെലവാക്കുക. മറ്റേത് 5 മിനിറ്റോ 10 മിനിറ്റോ ആയിരിക്കും. പക്ഷേ നമ്മൾ അതിൽ പെട്ടുപോകും. നന്മയോടൊപ്പം അതും കൊണ്ടുപോകും, നന്മയോടൊപ്പം അതിൽ വീണുപോകും. ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ആണ്. ചില ആളുകൾക്ക് സാമ്പത്തികം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ലഭിക്കാനുള്ള എല്ലാ മാർഗവും അയാൾ സ്വീകരിക്കും. അയാൾക്ക് പലിശ പ്രശ്നമല്ല, അയാൾക്ക് പൂഴ്ത്തിവെപ്പ് പ്രശ്നമല്ല, അയാൾക്ക് ഏതോ വരുമാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലമായാൽ, ഖിയാമത്ത് നാളിനോടടുത്താൽ ആളുകളുടെ വരുമാനത്തിൽ അവർ ഹറാമോ ഹലാലോ എന്ന് നോക്കാതെ സമ്പാദ്യം വാരിക്കൂട്ടുന്ന തിരക്കിലായിരിക്കും ആളുകൾ. പ്രവാചകന്റെ വാക്കാണ്. അപ്പൊ നമ്മളെല്ലാവരും സൂക്ഷിക്കുക. ചില ആളുകൾക്ക് ലഹരിയായിരിക്കും പ്രശ്നം, എല്ലാം ഒക്കെ ആയിരിക്കും, പക്ഷെ മൂപ്പർക്ക് മറ്റേത് ലേശം വേണ്ടിയിരിക്കും. ചില ആളുകൾക്ക് വ്യഭിചാരമായിരിക്കും, വയസ്സായാൽ വരെ, ബാക്കി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവിടെ അയാൾ തോറ്റു. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചില ആളുകൾക്ക് മറ്റെന്തെങ്കിലും ആയിരിക്കും, ചില ആളുകൾക്ക് മോഷണമായിരിക്കും, ഏതെങ്കിലും ഒരു തിന്മയിൽ, ചിലർ പലതിലും ഉണ്ടാവും. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്മ കുറേ ചെയ്യും, ആളുകൾക്കൊക്കെ നമ്മളോട് സ്നേഹമായിരിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രയാസം ഞാൻ ഒന്നുകൂടി പറയാം, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മൾ ആളുകൾ അറിയുന്ന തിന്മകളാണെങ്കിൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കും, പടച്ചോനെ പാപ്പാക്ക് പുകവലി ഉണ്ടായിരുന്നു, പുറത്തു കൊടുക്കണേ. പടച്ചോനെ ഉമ്മ പരദൂഷണം പറയുന്ന പെണ്ണായിരുന്നു, വേറെ ഒന്നുമില്ല, ഉമ്മ പാവാണ്, പുറത്തു കൊടുക്കണേ. ആളുകൾക്ക് പറയാൻ കഴിയും. ആളുകൾ അറിയാതെ, ഉദാഹരണമായി നമ്മൾ വ്യഭിചരിക്കുന്നവരാണെങ്കിൽ, ഏത് മക്കളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? നമ്മുടെ വസിയത്തിൽ, നമ്മളുടെ മരണാശയിൽ കിടക്കുന്ന വേളയിൽ കുടുംബക്കാർ കട്ടിലിന് ചുറ്റും നിൽക്കുമ്പോ, ഞാൻ വ്യഭിചരിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ ആർക്ക് സാധിക്കും? ഒരാളും ആരെയും ഏൽപ്പിക്കാറില്ല. ഇത് നമ്മൾ സ്വന്തം തൗബ ചെയ്ത് മടങ്ങുക എന്നതല്ലാത്ത ഒരു ഫോർമുലയും ഈ പാപം മറക്കാൻ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നന്മകളുടെ ആ ഒരു കുതിച്ചു ചാട്ടത്തിനിടയിൽ നമ്മൾ സജീവമായിരിക്കും. അത് നമ്മളുടെ തിന്മകളെ മറച്ചു പിടിക്കാനുള്ള മറയായി വരെ ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷേ നന്മയോടൊപ്പം നമ്മൾ തിന്മ ചെയ്യുന്നവരാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരസ്യമായ നന്മയും രഹസ്യമായ തിന്മയുമായിട്ട് അയാൾ ജീവിക്കും. ഈ ഹദീസിൽ പറയുന്ന ആളുകൾ വളരെ ഭക്തരായിരിക്കും. അവർക്ക് പർവ്വത സമാനമായ നന്മകളുണ്ട്, നമസ്കാരം, ദാനധർമ്മം ഒക്കെയുണ്ട്. എന്നാൽ മറ്റാരും കാണാനില്ലാത്ത സാഹചര്യത്തിൽ അവർ അള്ളാഹുവിനെ ഭയപ്പെടാതെ പാപങ്ങളിൽ ഏർപ്പെടും. പെട്ടുപോകുക എന്നൊന്നും പറഞ്ഞൂടെ. പിന്നെ പെട്ടുപോയതാണോ? പെട്ടുപോകുന്നതല്ല. നിർത്തണം എന്ന് പറയും, അസ്തഗ്ഫിറുല്ലാഹ് പറയും, അടുത്ത ടൈമിൽ അന്ന് അടുത്ത ആളെ വെച്ച് പരീക്ഷിക്കും, അതിലും നമ്മൾ കൊണ്ടുപോകും. ഇനി ഏകാന്തതയിലെ പാപങ്ങൾ. ഇസ്ലാമിൽ ഒരാളുടെ യഥാർത്ഥ ഈമാൻ അളക്കപ്പെടുന്നത് അവൻ ഒറ്റക്കായിരിക്കുമ്പോഴാണ്. കൂട്ടത്തിൽ കൂടിയാൽ ആർക്കും നന്നാകാൻ സുഖമാണ്. നല്ല കുടുംബത്തിൽ ജനിക്കുക, നല്ല വീട്ടിലുണ്ടാകുക, നല്ല സമൂഹത്തിൽ, നല്ല മഹല്ലിൽ, അതിന്റെ ക്രെഡിറ്റ് നമുക്കല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് ക്രെഡിറ്റ് കിട്ടുക നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈമാൻ എത്രയാണ് എന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആധുനിക കാലത്ത് ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുകളും മറ്റും ഉപയോഗിക്കുമ്പോൾ, ലോഡ്ജുകൾ അവൈലബിൾ ആകുമ്പോൾ, മസാജ് സെന്ററുകളും സ്പാകളും എല്ലാ അങ്ങാടികളിലും കുതിച്ചു പൊന്തുമ്പോ, ബ്യൂട്ടി പാർലറുകളിലും അതുപോലെയുള്ള ജിംനേഷ്യങ്ങളിലും മറ്റുള്ള തോന്നിയാസങ്ങൾ അരങ്ങേറുമ്പോ, ഓരോ മനുഷ്യന്റെയും നഫ്സിനെ സൂക്ഷിക്കുക എന്നത് അവന്റെ മാത്രം ഡ്യൂട്ടിയായി മാറുന്ന ഒരു കാലത്ത് അവളെ ജീവിക്കുന്നത്.
അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാലാമത്തത്, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും തൗഫീക്ക് ലഭിക്കാത്തവർ. നഊദുബില്ലാ. നന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, അതിന്റെ തൗഫീക്കിന്റെ വാതിൽ അയാൾക്ക് തുറന്നു കൊടുക്കൂല. തൗഫീക്ക് ഇല്ലാതെ നന്മ ചെയ്യാനാവില്ല എന്ന്. തൗഫീക്കിന് എന്ത് വേണം? റബ്ബിന്റെ ഇഷ്ടം നമുക്ക് വേണം. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഒരു അടിമയെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചാൽ അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും, അതായത് ഉപയോഗപ്പെടുത്തും. അപ്പോൾ ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ ദൂതനെ എങ്ങനെയാണ് ഒരു അടിമയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണത്തിന് മുമ്പായി നല്ല കാര്യങ്ങൾ, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യാൻ അവൻ അല്ലാഹു തൗഫീഖ് നൽകും. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടത്, നന്മ ചെയ്യാൻ തൗഫീഖ് ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രഥമ കാരണം തിന്മ അധികമാകുക എന്നതാണ്. തിന്മ അധികമായാൽ നന്മ ചെയ്യാനുള്ള മനസ്സ് വരില്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ കുറെ തിന്മ ചെയ്തു, നാണം കെട്ടു, അല്ലെങ്കിൽ പക്ഷെ എന്ത് വേണം, അവിടെയൊക്കെ നമുക്കതിനെ മുറിച്ച് ഛേദിച്ച് മാറാം. ചന്തയിലെ പോക്കിരിയായി ഉമർ ഇബ്നുൽ ഖത്താബ് ലോകം കണ്ട, നിങ്ങൾ കണ്ടില്ലേ, മഹാത്മജി പോലും പറഞ്ഞ ഏറ്റവും വലിയ ഭരണം ഉമറിന്റെ ഭരണമാണെന്ന് നിരവധി ആളുകൾ പ്രഖ്യാപിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് ആരായിരുന്നു? റസൂലിനെ മാത്രമല്ല, പ്രവാചകനിൽ ആദ്യമായി വിശ്വസിച്ച പുരുഷനായ അബൂബക്കറിനെ വരെ കൊല്ലാനായി പുറപ്പെട്ട മനുഷ്യനാണ്. എന്താ ഉണ്ടായത്? അതേ അബൂബക്കറിന് ശേഷം ആര് ഖലീഫയാകുമെന്ന തീരുമാനത്തിന് 10 അംഗ ജൂറി കമ്മിറ്റി, പ്രഗത്ഭരായ 10 സഹാബാക്കൾ പേര് നിർദ്ദേശിച്ചത് ഉമറിന്റെ പേരാണ്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ അലിയാർ തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും നിരവധി സഹാബാക്കളും അവിടെ ഉണ്ടായിട്ടും ഉമറിന് നറുക്ക് വീണു. നറുക്കല്ല, സെലക്ട് ചെയ്തു അവർ. അദ്ദേഹം പണ്ട് അങ്ങനെയായിരുന്നു ചിന്തിച്ചു? ചിന്തിച്ചില്ല. എന്തായിരുന്നു കാര്യം? ഉമർ അങ്ങോട്ട് നന്നായി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇവിടെ റസൂലില്ല എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പക്ഷേ അതിനേക്കാളും വേഗതയിൽ അതുപോലെ അള്ളാഹു സ്വീകരിക്കുന്ന മാതാപിതാക്കളുണ്ട് നമ്മുടെ കൂടെ. അവരുടെ പ്രാർത്ഥനയും നമ്മളുടെ തീരുമാനവും ഉണ്ടെങ്കിൽ എന്ന ആയത്ത് കേട്ട് ആകർഷണീയമായ ആ ആയത്തിനെ കൊണ്ട് സ്വാധീനിക്കപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ ഉമറിനെ കൊണ്ടോ അബൂജഹലിനെ കൊണ്ടോ ഈ സംഘത്തെ നീ ശക്തിപ്പെടുത്തണേ. അല്ലാഹ് കേട്ടു. ഈ റൂട്ടിലൂടെ എന്താ പറയാ, ത്വാഹ കേട്ടു. പെങ്ങളുടെ അടുത്ത് പോയി തന്നെക്കാളും മുമ്പ് ഇസ്ലാം സ്വീകരിച്ച പെങ്ങള് അത് ഒന്നും കൂടി ഓതിക്കൊടുത്തു. എന്താ പറയാ, ഇസ്ലാം സ്വീകരിക്കാനുള്ള വികൃത മതി. എന്തായി അവസാനം? ഉമർ വരുന്ന വഴിയിൽ നിന്ന് പിശാചുക്കൾ ഓടിക്കളയുന്നത്ര ഈമാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, നമ്മുടെ നാട്ടിൽ കുപ്രസിദ്ധി നേടിയ തിന്മകളിൽ വീണുപോയിട്ടുണ്ടെന്ന് നമ്മൾ പറയാറില്ല. ആളുകളെക്കാളും തിന്മ ചെയ്യുന്നവരുണ്ടാകും, നാട്ടുകാരറിയാത്തവർ. രണ്ടു കൂട്ടരും വേണ്ട എന്ന് ഇനി മുതൽ ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ ആ നിമിഷം മുതൽ അയാൾ സ്വർഗത്തിലാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് തെറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന ആളുകളെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. സഹാബാക്കൾ മുഴുവനും അങ്ങനെയല്ലേ? എല്ലാരും സഹാബാക്കൾ മുഴുവനും ജാഹിലിയ്യത്തിൽ നിന്ന് കടന്നു വന്നവരായിരുന്നു. ആലോചിച്ചു, ആ ആദ്യഘട്ടത്തിൽ വന്നവർ നല്ല കുടുംബത്തിൽ പിറന്നവരായിരുന്നു പലരും. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെയുള്ള, അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള ആളുകളോട് ചോദിച്ചില്ലേ നാട്ടുകാർ, നിങ്ങൾ പണ്ട് ജാഹിലിയ്യത്തിൽ മദ്യപിച്ചിരുന്നോ, ഇന്നൊക്കെ ചെയ്തിരുന്നോ ചേർന്ന് പറഞ്ഞത്? ഇല്ല, ഞങ്ങളുടെ കുടുംബം അങ്ങനത്തെ കുടുംബമായിരുന്നു, ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നന്നാകാൻ ചാൻസ് ഉണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, തിന്മകളാൽ, അതാണ് ഖുർആൻ പറഞ്ഞത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. നിശ്ചയം അന്നത്തെ ദിവസം എന്താണ്, അവർ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെടും. ഈ നന്മ ചെയ്യാൻ തൗഫീഖില്ലാത്ത ആളുകൾ, തിന്മയിൽ വീണുപോയ ആളുകൾ. ഇനിയോ, തിന്മകളാൽ വലയം ചെയ്ത, നന്മ ചിന്തിക്കാൻ പോലും കഴിയാത്തവർ. നന്മയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു വാക്കാണ്. തിന്മകളാൽ വലയം ചെയ്ത് നന്മ ചെയ്യാൻ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഖുർആൻ പറയുന്നുണ്ട്, ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതിഅതുഹു ഫൗലൈക അസ്ഹാബുൻ നാർ. വല്ലാതെ വേദനിച്ചു പോകുന്ന ഒരു ആയത്താണത്. ആർ തിന്മയെ ഇങ്ങനെ കൂട്ടിവെക്കുകയും തന്റെ തെറ്റുകുറ്റം തന്നെ വലയം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ആ കൂട്ടർ നരകത്തിന്റെ ആൾക്കാർ. കാരണം കുറെ തെറ്റ് ചെയ്ത് അതെന്നെ മതി, അങ്ങനെ തന്നെ മതി, ഇങ്ങനെ ജീവിച്ചാൽ മതി ആയി എന്ന് വിചാരിച്ച് നന്മയുടെ വെളിച്ചം ഒരുപാട് ഭാഗത്ത് നിന്ന് തെളിഞ്ഞിട്ടും അവിടേക്കൊന്നും ശ്രദ്ധിക്കാതെ
ഇങ്ങനെ അതിൽ പെട്ടുപോയി. ചില ആളുകൾ തിന്മയിൽ പെട്ടുപോയി കുടുങ്ങി അവസാനം അതിൽ പെടഞ്ഞ് അതിൽ തന്നെ ജീവിതം തീർത്തിട്ട് മരിക്കുന്ന ആൾക്കാരുണ്ട്. നാണമൊക്കെ കെട്ട് മതി എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഓർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്താണ് രക്ഷപ്പെടാൻ ചാൻസുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നന്മയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാ സഹായങ്ങളും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ അൽ ഇൻസാന മാ ലം യഅലം അയ്യുഹൻ നാസ് തഖുല്ലാഹ ഇബാദല്ലാഹി ഫീകും വഇയ്യായ സാനിയം തഖുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും നന്മകൾ ചെയ്യുന്നിടത്ത് വരെ ശ്രദ്ധിക്കാനുണ്ട് എന്ന ഈ പോയിന്റുകളൊക്കെ ജീവിതത്തിൽ പകർത്താനും നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നല്ല ഉപജീവനം ഉണ്ടാകുക, അതേപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾ കയ്യിലേക്ക് വരിക, ജീവിതത്തിൽ കടന്നു വരിക എന്നതിന് നമ്മൾ നല്ല നന്നാരോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ ഹിദായത്തിന് വേണ്ടിയിട്ട്, ഈ അള്ളാഹുവിന്റെ പാതയത്തിൽ കാലുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമുക്ക് മടുപ്പ് വരും. എന്ത് പള്ളി, എന്ത് ക്ലാസ്, എന്ത് കലശൻ, എന്ത് പിരിവ് എന്നൊക്കെ നമ്മൾ മനസ്സിങ്ങനെ പറയും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും നല്ലതിലേക്ക് നമ്മളെ മനസ്സിൽ കൊണ്ടുപോകുക. സന്തോഷം എവിടെ ഉണ്ടോ അവിടേക്ക് നമ്മൾ തിരിഞ്ഞു പോവുക. സന്തോഷമില്ലാത്തടത്തേക്ക് വിട്ട് കളയുക. പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും, പലർക്കും പലതായിരിക്കും. ചില ആൾക്ക് മാനസികമായ സംഘർഷമായിരിക്കും, ബാക്കിയൊക്കെ റെഡിയായിരിക്കും. ചില നിങ്ങൾ കാണാറില്ലേ, സ്വത്തും മുതലും ഒക്കെ അമ്മ വാരിക്കൊടുക്കും. ദുർബലമായ ചെറിയ ചില്ലറ കാരണം കൊണ്ട് ഇതുപോലും ആസ്വദിക്കാൻ കഴിയാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നല്ല ഉപജീവനം സംവിധാനം ഉണ്ടാവുക, അതേപോലെ നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകുക. ഇത് നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ പല നാട്ടിലും നമ്മളെക്കാളും താല്പര്യമുള്ള ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇതുപോലൊന്നും പ്രവർത്തിക്കാനുള്ള ഇടങ്ങളില്ല, നിയമങ്ങളില്ല എന്നുള്ളതാണ്. അനുബന്ധമായിട്ട് പറയേണ്ട പ്രിയപ്പെട്ടവരെ, ലോകകപ്പ് അറിയാലോ. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു പരാതിയാകുന്നതിനാണ്. ലോകകപ്പ് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നഷ്ടപ്പെടാത്ത വിധത്തിൽ കാണാൻ സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളിയെന്ന് മിമ്പർമെന്ന് പറയല്ലേ ഞാൻ. നമ്മളുടെ എന്താ പറയുക, അതിന്റെ താല്പര്യം, അതിന്റെ ഇത് നമ്മുടെ എല്ലാ ഉത്തരവാദിത്വം, വാപ്പാക്ക് വാപ്പാന്റെ ഉത്തരവാദിത്വം, ഭാര്യക്ക് ഭാര്യന്റെ ഉത്തരവാദിത്വം, ഭർത്താവിന് ഭർത്താവിന്റെ ഉത്തരവാദിത്വം, റബ്ബിനോടുള്ള ഉത്തരവാദിത്വം, ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് പലരും അതിലൊക്കെ ഉണ്ടാകാറ്. നമ്മളൊക്കെ കളി കാണുന്നവരാണ്. നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം നിങ്ങൾ കാണുന്നില്ലേ, പരസ്പരം പെരുമ നടിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അതിലൊന്നും നമ്മളാരും പങ്കുചേരാതിരിക്കുന്നത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി. കാരണം എന്താണ്, ഒരു മാസ് കലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, നമ്മളിവിടെ പോലും പലപ്പോഴും പ്രഖ്യാപിച്ചു. എന്തൊക്കെ പ്രഖ്യാപിച്ചു? ആ ആക്സിഡന്റ് പറ്റിയിട്ട് മുറിക്കപ്പെട്ട ആൾ നമ്മൾ എല്ലാവരും ഇൻവോൾവ് ആയോ? അതിന് പള്ളിയുടെ പരിപാലനത്തിന് ഇൻവോൾവ് ആയോ? നമ്മൾ ഇന്ന ടീമിന്റെ ബാനർ ഉണ്ടാക്കാൻ ഇൻവോൾവ് ആയോ? നമ്മൾ എല്ലായിടത്തും ശരി വന്നിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്ക്. പലയിടത്തും അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ ഇല്ലാത്ത മാസ് കലക്ഷനുകളും മത്സര ബുദ്ധികളും പെരുമതലിക്കലും ഒക്കെ ഇത്തരം മേഖലകളിലേക്ക് വരുമ്പോൾ അള്ളാഹനെ സൂക്ഷിക്കണമെന്നാണ് നമുക്ക് പറയുന്നത്. കേവലമായ കുറഞ്ഞ ദിവസങ്ങളിൽ ആർക്കോ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ആവാം, അതിന്റെ ലിമിറ്റത്തിലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിന് കവിഞ്ഞിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. അതിന് കവിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇബാദത്തുകളെ ബാധിക്കുക. പല പള്ളികളിലും ഇന്ന് രാവിലെ മുതൽ മെസ്സേജുകളാണ്. പല പള്ളികളിലും സുബഹിക്ക് ആളില്ല, പല പള്ളികളിലും ജമാഅത്തിന് ആളില്ല. എന്താണ്? ഈ ക്ഷീണിച്ച് കിടക്കുക, കളിച്ചു വന്ന് കിടക്കല്ല, കണ്ടു വന്ന് കിടക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സൂക്ഷിക്കുക എന്നേ അതിൽ പറയാനുള്ളൂ. അതോടൊപ്പം നമ്മളുടെ സമ്പത്ത് നാളെ ചോദ്യമുണ്ടാകും അതിനെപ്പറ്റി. എന്തിനുപയോഗിച്ചു, എവിടേക്ക് ഉപയോഗിച്ചു, എങ്ങനെ നശിക്കപ്പെട്ടു, എത്ര കാലം അതുണ്ടായി, എത്ര അധ്വാനിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. ആ കാര്യങ്ങളിൽ നമ്മൾ എല്ലാവരും സൂക്ഷ്മത പുലർത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മത പുലർത്തി നന്മകളിൽ മുന്നേറാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനാവശ്യമായ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നന്നാവാൻ വിചാരിക്കുന്നതോടൊപ്പം നന്നാകാൻ തീരുമാനിക്കാനും അതോടൊപ്പം തന്നെ നന്മകളിൽ പിടിച്ചു നിൽക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ലോകം കൊണ്ട് കഷ്ടപ്പെടുന്ന, പരിക്കുകൾ പറ്റി കഷ്ടപ്പെടുന്ന ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും നല്ല അഭിലാഷങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. നമ്മുടെ പ്രിയങ്കരായ മാതാപിതാക്കൾ, രോഗികളായി കിടക്കുന്നവരും ആരോഗ്യത്തിന് അപകടങ്ങൾ പറ്റിയവരും മരണപ്പെട്ടു പോയവരുമുണ്ട്. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. അവരുടെ ഖബറിടവും അവരുടെ ബർസഖും അള്ളാഹു ഏറ്റവും മനോഹരമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ച ആളുകൾ അള്ളാഹു അവർക്ക് എല്ലാവർക്കും ഏറ്റവും നല്ലത് പകരം നൽകുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുറത അഅ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم اغفر للمؤمنين والمؤمنات
اللهم ربنا تقبل منا دعاءنا وقيامنا وسجودنا يا رب العالمين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجعة نقمتك وجميع سخطك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم إنا نسألك العفو والعافية في ديننا ودنياي. اللهم صل على محمد وعلى آل محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.